മക്കളെ ഇതൊക്കെ തന്നെയാണ് എല്ലാ പ്രവാസികളും അവസ്ഥ. നമുക്ക് ജോലി ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം നമുക്ക് കുഴപ്പമില്ല. ജോലിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രവാസ ലോകം ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല അസുഖം അതും ഇത് അങ്ങനെ വരും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കാലമല്ലേ, മക്കൾക്ക് വേണ്ടി വരില്ല, ഭാര്യയ്ക്ക് വേണ്ടി വരില്ല, അല്ലെങ്കിൽ ഭർത്താവിനുണ്ട്, അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. അതൊന്ന് കണ്ടു നോക്കട്ടോ. ഏയ്, നിങ്ങൾ എത്ര കൊല്ലമായി ഗൾഫില്? ഞാൻ 20 കൊല്ലം കഴിഞ്ഞ്. എന്നിട്ട് നിങ്ങൾ എന്താ സമ്പാദിച്ചു ഇവിടെ? 20 കൊല്ലത്തിൽ എന്താ സമ്പാദിച്ചത് ചോദിച്ചാൽ ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം നേരിടുന്ന ഒരുപാട് ആളുകൾ പ്രവാസ ലോകത്തുണ്ട് കേട്ടോ. 30ഉം 40ഉം കൊല്ലമൊക്കെ ആയിട്ട് ഗൾഫിൽ ഇന്നും തുടരുന്ന ആളുകൾ, നാട്ടിൽ പോയാൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ആളുകൾ, നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും, വീട്ടുകാർ കഴിയുന്നുണ്ടാവും, 2 വർഷമോ 3 വർഷമോ കൂടുമ്പോൾ 1-2 മാസത്തെ ലീവിനൊക്കെ നാട്ടിൽ പോകുന്നുണ്ടാവും. ലീവ് കഴിഞ്ഞ് തിരിച്ച് അതേപോലെ തന്നെ പ്രവാസത്തിലേക്ക് തിരിച്ചും വരുന്നുണ്ടാവും. ഇതേപോലെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഒരുപാട് പ്രായമായി കഴിയുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, ഇനി എന്ത് ചെയ്യും? പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവർ തയ്യാറാകുന്ന സമയത്ത് രോഗം വന്നിട്ട് ഇവരെ പിടിമുറുക്കിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് കാര്യമായിട്ടൊന്നും ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ ആരോഗ്യപരമായിട്ടൊക്കെ പിന്നോട്ട് പോകുന്ന ആളുകൾ, ഈ ആളുകൾ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഈ ഒരു തലമുറയിൽ ജീവിക്കുന്ന പുതിയതായിട്ട് പ്രവാസം തിരഞ്ഞെടുത്ത ആളുകളോട്, യുവാക്കളോട്, വീട്ടുകാരുടെ ചെലവൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒന്നുമില്ലാതെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പോയിട്ട് തല ഉരിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം നമുക്ക്